ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൈഡ്രജൻ ആറ്റം ഇനീഷ്യലി ഇൻ ദ ഗ്രൗണ്ട് ലെവൽ അബ്സോർബ് എ ഫോട്ടോൺ which excites it to the n equal to 4 level. Determine the wavelength and frequency of the photon. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനീഷ്യലി ഇലക്ട്രോൺ ഉള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഇനീഷ്യലി ഇലക്ട്രോൺ ഉള്ളത് എവിടെയാണ്? n equal to 1 ഇതിന് എനർജി കിട്ടി. അതായത് ഇത് അബ്സോർബ് എ ഫോട്ടോൺ, അതായത് എനർജി കിട്ടി. ഫോട്ടോൺ അബ്സോർബ് ചെയ്തപ്പോൾ ഇതിന് എനർജി കിട്ടിയിട്ട് ഇത് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്തു. എങ്ങോട്ട് ജമ്പ് ചെയ്തു? n equal to 4 ജമ്പ് ചെയ്തു. അപ്പോൾ 1 ഇലക്ട്രോണ് എനർജി കിട്ടിയപ്പോൾ എങ്ങോട്ട് ജമ്പ് ചെയ്തു? 4 ജമ്പ് ചെയ്തു. 1 ഇലക്ട്രോണിൻ്റെ എനർജി E1 ഡിനോട്ട് ചെയ്യാം, 4 ഇലക്ട്രോണിൻ്റെ എനർജി E4 ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എത്ര എനർജി ഇലക്ട്രോണിന് കിട്ടിയോ? എത്ര എനർജി ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തു നമുക്ക് നോക്കാം, ശരിയല്ലേ? എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. എത്ര എത്ര എനർജിയാണ് ഇലക്ട്രോണിന് കിട്ടിയത്? നമുക്ക് ജനറൽ ആയിട്ടുള്ള ഫോർമുല nth എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി -13.6/n² ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ n equal to 1, ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി -13.6/1² ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതായത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺ എങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി -13.6 ആണ്. ഇനി ഫോർത്ത് എനർജി സ്റ്റേറ്റിൽ ഇലക്ട്രോൺ എത്തിയല്ലേ? ഫോർത്ത് എനർജി സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എനർജി -13.6/4² ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. കാരണം ഫോർമുല -13.6/n² ആണല്ലോ. ഫോർത്ത് എനർജി സ്റ്റേറ്റിൽ ഇലക്ട്രോൺ എത്തുമ്പോൾ അതിൻ്റെ എനർജി -13.6/4² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് ഇത് ഇപ്പം ചെയ്യണമെന്നില്ല, എന്നിട്ട് ഡിഫറൻസ് എടുക്കാം. E4 അല്ലേ, ചേഞ്ച് ഇൻ എനർജി, ശരിയല്ലേ? ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ എനർജി ഗെയിൻ ബൈ ദ ഇലക്ട്രോൺ, അങ്ങനെ എഴുതാം അല്ലേ? എനർജി ഗെയിൻ ബൈ ദ ഇലക്ട്രോൺ, എനർജി ഗെയിൻ ബൈ ദ ഇലക്ട്രോൺ ഈക്വൽ ടു എന്തായിരിക്കും? -13.6/4², അതായത് 16 മൈനസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി ദിസ് മച്ച് ഇലക്ട്രോൺ വോൾട്ട്. ഇത്രയും എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തത്. ഫോട്ടോൺ അബ്സോർബ് ചെയ്തപ്പോൾ എനർജി കൂടുമല്ലോ. ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാൽക്കുലേഷൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ഇലക്ട്രോൺ വോൾട്ടാണ്. ഇലക്ട്രോൺ വോൾട്ടിനെ നമുക്ക് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ദിസ് മച്ച് ഇലക്ട്രോൺ വോൾട്ട് ആണല്ലോ. ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്താലോ? ദിസ് മച്ച് ഇലക്ട്രോൺ വോൾട്ടാണ് ഗെയിൻ, എനർജി ഗെയിൻഡ്. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1.6 × 10⁻⁻⁹ മൾട്ടിപ്ലൈ ചെയ്താൽ ജൂളിൽ കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ ഞാനിവിടെ സ്കിപ്പ് ചെയ്യണില്ല, വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇവിടെ മൈനസ് പ്ലസ് ആവും എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ചെയ്തു വരുമ്പോൾ 2.04 × 10⁻⁸ ജൂൾസ് കിട്ടും. ഇതാണ് എനർജി ഗെയിൻ ബൈ ദ ഇലക്ട്രോൺ. ഈ എനർജി എവിടെ നിന്നാണ് ഇലക്ട്രോണിന് കിട്ടിയത്? വെറുതെ കിട്ടൂലല്ലോ എനർജി. ഈ എനർജി പ്രൊവൈഡ് ചെയ്തത് ഒരു ഫോട്ടോണാണ്. ഫോട്ടോണിൻ്റെ എനർജി hν ആണെന്നറിയാമല്ലോ. ഫോട്ടോണിന് ഉണ്ടാവുമല്ലോ ഒരു എനർജി. ഈ എനർജി പ്രൊവൈഡ് ചെയ്ത ആൾ ഫോട്ടോണാണ്. ഒരു സിംഗിൾ ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ എനർജി ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ദിസ് എനർജി പ്രൊവൈഡഡ് ബൈ ദ ഫോട്ടോൺ. അപ്പോൾ ആ ഫോട്ടോണിൻ്റെ എനർജിയാണ് ദിസ് വൺ. ക്ലിയർ ആയല്ലോ? ഈ ഫോട്ടോൺ ഇത്രയും എനർജി ഇലക്ട്രോണിന് പ്രൊവൈഡ് ചെയ്തപ്പോൾ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്തു. അപ്പോൾ ആ ഫോട്ടോണിൻ്റെ എനർജി നമുക്കറിയാം. ഫോട്ടോണിൻ്റെ എനർജി hν ആണെന്നറിയാം. അതെന്താണ്? 2.04 × 10⁻⁸ ജൂൾസ് ആണ്. നമുക്ക് ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ. നമുക്ക് ആദ്യം ഫ്രീക്വൻസി കാണാം.
ഈ എച്ച് റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ പോരെ. 2.04 ഇൻറ്റു 10⁻⁻18 ഡിവൈഡ് ബൈ എച്ച്. എച്ചിൻ്റെ വാല്യൂ അറിയാമല്ലോ. എച്ചിൻ്റെ വാല്യൂ 6.63 ഇൻറ്റു 10⁻⁻34. കാൽക്കുലേഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല, അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളല്ലോ അല്ലേ. ചെയ്തു വരുമ്പോൾ ഫ്രീക്വൻസി വിൽ ബി 3.1 ഇൻറ്റു 10⁻15 ഹെഡ്സ് കിട്ടും. ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട്, ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ. ഇനി ഒരെണ്ണം കൂടിയും കാണാനുണ്ടല്ലോ. എന്താണ് ഇനി ഒരു കാര്യം കൂടിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്, വേവ് ലെങ്ത് അല്ലേ. അത് കാണാൻ പറ്റുമല്ലോ. ഈ ഫോട്ടോണിൻ്റെ സ്പീഡ് എന്താണ് 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അറിയാമല്ലോ. ഒരു ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കണക്ട് ചെയ്തിട്ട് ഒരു ഫോർമുല ഉണ്ടല്ലോ, ലാംഡ മ്യൂ ഈക്വൽ ടു സി. നമ്മളിതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. വേവ് ലെങ്ത് ഓഫ് ദ ഫോട്ടോൺ ഇൻറ്റു ഫ്രീക്വൻസി വിൽ ബി സി പഠിച്ചിട്ടുണ്ട്. ആ സി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ വാക്യൂം, അതാണ് സി. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേവ് ലെങ്ത്ത്, ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്ത് എന്ന് കഴിഞ്ഞാൽ ലാംഡ കാണാൻ എളുപ്പമല്ലേ, സി ബൈ മ്യൂ ചെയ്താൽ മതി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡും ഫ്രീക്വൻസി ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3.1 ഇൻറ്റു 10⁻15 ആണ്. ഇത് ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല, 97 ഇൻറ്റു 10⁻⁻9 മീറ്റർ വരും. കാൽക്കുലേഷൻ പറയുന്നില്ല കേട്ടോ. ഓർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 97 നാനോമീറ്റർ. 10⁻⁻9 നമ്മൾ പറയുന്ന പേര് നാനോ എന്നാണ്. അപ്പോൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കിട്ടി. ഓക്കെ.